Hello, everyone. First of all, good morning. Have a wonderful and beautiful day. നമ്മള് ഓക്കെ 14 മെമ്പേഴ്സ് ജോയിൻ ആയിട്ടുണ്ട്. Let them join. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരെയും കൺഗ്രാജുലേറ്റ് ചെയ്യാണ് കേട്ടോ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഒരു ജേർണിയുടെ ഭാഗമായിട്ട് നമ്മളെ തന്നെ സെൽഫായിട്ട് ഗ്രൂം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ എല്ലാവരും അല്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഒന്ന് സെൽഫായിട്ടൊന്ന് ക്ലാപ്പ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ചെവികൾ കേൾക്കുന്ന മ്യൂട്ട് ആക്കിയിട്ട് ചെയ്താൽ മതി, നിങ്ങൾ കേട്ടാൽ മതി കേട്ടോ. എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് നമ്മളെ ഒരാള് അപ്രിസിയേറ്റ് ചെയ്യണം, കൺഗ്രാജുലേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുമ്പോഴാണ് നമ്മൾ ഡിസപ്പോയിന്റഡ് ആവുന്നത് അല്ലെ. അപ്പോൾ സെൽഫായിട്ട് നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ത്രൂ ഔട്ട് ദ 30 ഡേയ്സ് കമ്മിറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. അതായത് നമ്മുടെ ഹാപ്പിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ അത് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങളെ നമുക്ക് കിട്ടുമെന്ന് പറയുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ സെൽഫായിട്ട് അപ്രീസിയേറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഹാപ്പിനെസ് ഹോർമോൺസ് റിലീസ് ആവും. ഇതല്ലേ അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാരും ഒന്ന് ക്ലാപ്പ് ചെയ്തിട്ട് ഒന്ന്, അല്ലെങ്കിൽ നമ്മുടെ റിയാക്ഷൻസിൽ ലവിന്റെ സൈൻ ഇല്ലേ, അതൊന്ന് നിങ്ങളൊന്ന് എനാബിൾ ചെയ്തേ. ഇതാ ഞാൻ ചെയ്ത പോലെ അതൊന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിന്റെ താഴോട്ടുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്ലോ ചെയ്തിട്ട് പോകുന്നതാണത്. എല്ലാരും ഒരു ഹേർട്ട് ഇട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാന് എന്നെ ഒന്ന് പിൻ ചെയ്യാം. അപ്പം എന്ത് തോന്നുന്നു ഇന്നത്തെ ദിവസത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒന്ന് മെസ്സേജ് ഇട്ടെ. ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ആക്റ്റീവായിട്ട് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്മിറ്റഡ് ആയിരിക്കും. ഇവിടുന്ന് വേറെ ചിന്തകളിലേക്കൊന്നും പോവില്ല അല്ലേ. ഓക്കെ, അപ്പം ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ കാണിച്ചതുപോലെ നമ്മൾ സെൽഫായിട്ട് റിഫ്ലക്ഷൻ ചെയ്യുവാണ് കേട്ടോ, നമ്മളെ തന്നെ. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് വരച്ചതാണ് കേട്ടോ. ഇത് വരച്ചിട്ട് ഒരു കാര്യം ചെയ്യാനുണ്ട്. അപ്പൊ എല്ലാവരും എഫോർ ഷീറ്റ് ഒന്ന് എടുത്ത് വീഡിയോ ഓണാക്കാൻ പറ്റുന്ന ആൾക്കാർ വീഡിയോ ഓണാക്കുക. ഞാൻ എന്നെ പിൻ ചെയ്തേക്കും കേട്ടോ, എന്നെയാണ് കാണുള്ളൂ കേട്ടോ. പക്ഷെ നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് വെച്ച്. ഓക്കെ, അപ്പൊ എല്ലാവരുടെ കയ്യിലും എഫോർ ഷീറ്റ്, ഒരു പെന്ന് ഒക്കെ ഇല്ലേ. നമ്മൾ സെൽഫായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്, നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആർ യു എക്സൈറ്റഡ്? എക്സൈറ്റഡ് ആണെങ്കിൽ എക്സൈറ്റഡ് എന്നൊന്ന് മെസ്സേജ് ഇട്ടേ. യെസ്, ഈ എന്നെങ്കിലും ടൈപ്പ് ചെയ്താൽ മതി, കാരണം നിങ്ങളുടെ 100% പാർട്ടിസിപ്പേഷൻ വേണം കേട്ടോ ഇവിടെ. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വലിയ രവിവർമ്മമാരൊന്നും അല്ലെങ്കിലും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ വരയ്ക്കാം. അതായത് ഞാനിപ്പോ എന്നെ വരച്ചേക്കുന്ന ഒരു 2 കണ്ണും മൂക്കും കുറച്ച് ഹെയറും വെച്ചിട്ട്, അതുപോലെ നിങ്ങളൊന്ന് ആ പേപ്പറിൽ നടുവിലായിട്ട് വരയ്ക്കുക. കുറച്ച് സ്ഥലമാണ് കേട്ടോ, കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം വരച്ചു വെക്കാം. എന്നിട്ട് ഡ്രോ യുവർ സെൽഫ് ഓൺ എ പേപ്പർ. ഇത് നിങ്ങളെയാണ് നിങ്ങൾ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള രീതിയിൽ റിലാക്സ് ആയിട്ട് ഒന്ന് വരയ്ക്കുക. അതിന് കണ്ണ് വേണം, മൂക്ക് വേണം. ജെൻസ് ഉണ്ടെങ്കിൽ, കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും പറ്റും. സ്ത്രീകളാണ്, കാരണം എല്ലാവരും ഒരുപോലെ മാറ്റം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, ഹാബിറ്റ് ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഒരു ഫോട്ടോ വരയ്ക്കാം. വരച്ചു കഴിഞ്ഞാൽ ചാറ്റ് ബോക്സിൽ ഡൺ എന്ന് പറയട്ടോ. അപ്പൊ ഇന്നലത്തെ രാത്രിയിൽ നമുക്ക് ഉറങ്ങുമ്പോൾ ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്ത് എത്ര പേരുണ്ട് ഇവിടെ? അതൊന്ന് ജസ്റ്റ് ഒന്ന് റേസ് ഹാൻഡ് ചെയ്തിട്ടോ നിങ്ങളൊന്ന് അറിയിക്കട്ടോ. കാരണം ഇന്നലെ എനിക്ക് 2-3 മെസ്സേജ് വന്നപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു പ്രതീക്ഷ കിട്ടി എന്നുള്ളൊരു ഫീല് അവർക്കൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. സീരിയസ്ലി ഞാൻ പറയുവാണ്, ഈ ഒരു ജേണിയിലൂടെ കടന്നു പോയിട്ട് വന്നതുകൊണ്ട്, ആ ജേണിയിൽ ജീവിക്കുന്നതുകൊണ്ട് ഞാൻ പറയാണ്, ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക് അറ്റ് ദ ലാസ്റ്റ്. നമ്മൾ കിടക്കാൻ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. അത് ഒരു ഹാബിറ്റിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതായത് നമ്മൾ എഴുതുവാണ് അന്നത്തെ ദിവസത്തെ ജസ്റ്റ് ഒരു റിഫ്ലക്ഷൻ പോലെ. അപ്പം ഭയങ്കര സന്തോഷം. അപ്പൊ കിടക്കാൻ പോകുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഭയങ്കര മൈൻഡ്ഫുൾ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ആഫ്റ്റർ 21 ഡേയ്സ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇത് കേട്ടത് കൊണ്ടോ എന്റെ ക്ലാസ് ഈ ഒരു ദിവസം മാത്രം ചെയ്തുകൊണ്ടല്ല കേട്ടോ, നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് റിസൾട്ട് കിട്ടാൻ പോകുന്നത്. അപ്പൊ എല്ലാരും വരച്ചു അല്ലെ? വരച്ചു. ഇനി വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ കുറച്ച് അല്ലെ, നമ്മള് നമ്മളൊരു മരമായിട്ട് സങ്കല്പിക്കുക. കാരണം നമ്മൾ എല്ലാവർക്കും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു പോകുന്നില്ലേ. അപ്പം നമ്മളൊരു ബ്രാഞ്ച് ആയിട്ട് ഒരു കുറെ ബ്രാഞ്ചസ് അതിന് വരക്കുവാണേ. ഇതേപോലെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? കുറെ ബ്രാഞ്ചസ് കൊടുക്കുവാണേ ആ ഫോട്ടോയിൽ. കാണുന്നുണ്ടോ? ക്ലിയർ ആണോ? യെസ് യെസ് ക്ലിയർ ആണ്.
അതുപോലെ കുറേ ബ്രാഞ്ചസ് വരക്കട്ടെ ആ കുട്ടിക്ക്. നമ്മൾ തന്നെയാണ് കേട്ടോ അത്. ഞാൻ പറഞ്ഞല്ലോ, Please, please slow ചെറുപ്പത്തിൽ one second. ചെറുപ്പത്തിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ കുട്ടിക്കാലത്തുള്ള സ്മോൾ സെൽഫാണിത്. അതിന് നമ്മൾ കുറേ ബ്രാഞ്ചസ് കൊടുക്കുകയാണ് നമ്മുടെ സ്വപ്നങ്ങൾക്ക് കേട്ടോ. സ്വപ്നങ്ങളല്ല നമ്മളിവിടെ എഴുതുന്നത്, കാരണം വെറും ഡ്രീമേഴ്സ് ആ കാറ്റഗറിയിൽ നിങ്ങൾ വരണം എന്ന് എനിക്കില്ല. നിങ്ങൾ ചെയ്ത അച്ചീവ്മെന്റ്സ് ആണ് നമ്മൾ ഈ ബ്രാഞ്ചസിലൊക്കെ കൊടുക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണലി നിങ്ങൾ എന്തൊക്കെ അച്ചീവ് ചെയ്തു. അതായത് ഇപ്പൊ നമ്മൾ നോർമൽ ആണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയോ. ഇനിയിപ്പം ഗ്രാജുവേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ഗ്രാജുവേറ്റഡ് ആണ് എന്ന് പറയാം. ഇനിയിപ്പോൾ അതില്ലാത്ത ആൾക്കാരാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, 10th കഴിഞ്ഞിട്ടുണ്ട്, അത് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അച്ചീവ്മെന്റ്സ്, നമുക്ക് നല്ലൊരു പാരന്റ്സ് ഉണ്ടെങ്കിൽ അത് എഴുതാം. നമ്മുടെ അച്ചീവ്മെന്റ്സ് നമ്മുടെ ദാറ്റ് മീൻസ് നമ്മുടെ ബ്ലെസ്സിങ്സ് നമുക്ക് നമ്മുടെ ശരീരത്തിന് എഴുതാം. അങ്ങനെ നമ്മൾ ഓരോ ഏരിയാസ് എടുത്ത് ഞാൻ ഒന്നുകൂടെ സ്പെസിഫൈ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെൽത്തിൽ നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് 2 എഴുതാം. 2 ബ്രാഞ്ച് വരച്ചിട്ട് അതിന് ജസ്റ്റ് റിഫ്ലക്ഷൻ പോലെ എഴുതി കൊടുത്തു. ഇപ്പൊ ഞാൻ എഴുതിയിട്ടൊന്ന് കാണിക്കാം. ഐ ആം ഹെൽത്തി ആൻഡ് ഫിറ്റ്. ഓക്കെ. പിന്നെ രണ്ടാമത്തത് ഐ ബ്ലെസ്ഡ് വിത്ത് ലവ്. ഒരു നല്ല പാരൻസിനെ കിട്ടിയതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എനിക്ക് ഒരു നല്ലൊരു പാർട്ട്ണർ, ലൈഫ് പാർട്ട്ണറെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഗ്രേറ്റ്. അതേപോലെ തന്നെ എനിക്ക് എൻ്റെ കുട്ടികളെ കിട്ടിയത് എഴുതാം. അങ്ങനത്തെ ഒക്കെ നമുക്ക് എഴുതാം. ഇനിയിപ്പോ നിങ്ങളുടെ പേഴ്സണൽ അച്ചീവ്മെന്റ്സ് ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഒരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലി ഉള്ളതിന് എനിക്ക് എഴുതാം. അതൊരു എൻ്റെ അച്ചീവ്മെന്റ്സ് അല്ല. അങ്ങനെ നമ്മുടെ അച്ചീവ്മെന്റ്സ് ആണ് നമ്മൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിപ്പം വണ്ടി ഓടിക്കാൻ അറിയെങ്കിൽ അതൊരു അച്ചീവ്മെന്റ് അല്ല. അതറിയാത്ത കുറെ ആൾക്കാരില്ല, അതൊരു അച്ചീവ്മെന്റ് ആയിട്ട് എഴുതാം. എന്തെങ്കിലും സ്പെഷ്യൽ സ്കിൽ ഉണ്ടെങ്കിൽ, ചിത്രം വരക്കാനാവട്ടെ, അല്ലെങ്കിൽ നല്ല സ്പെഷ്യൽ ആയിട്ട് കുക്ക് ചെയ്യാനാവട്ടെ, അല്ലെങ്കിൽ ആർക്കെങ്കിലും 2 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാവട്ടെ, ട്യൂഷൻ എടുക്കുന്നതാവട്ടെ, എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ട് സ്പെഷ്യൽ ആയിട്ട്, അല്ലെങ്കിൽ സ്പോർട്സിൽ എന്തെങ്കിലും ചെറുപ്പത്തിലൊക്കെ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, അത് എഴുതാം. അങ്ങനെ എന്തും നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് മൊത്തം ബ്രാഞ്ച് ഇങ്ങനെ നിറഞ്ഞു വരണം. ശരിക്കും ഒരു മരം എങ്ങനെയാണോ ചില്ലകളൊക്കെ വിടർത്തി ഇങ്ങനെ നിൽക്കുന്നത്, അതുപോലെ കാണാം പിക്ചർ. ഓക്കെ. ഇത് ശരിക്കും നിങ്ങളാവുന്ന ഒരു മരമാണ് കേട്ടോ. നമ്മൾ ശരിക്കും ഇങ്ങനെ വെറും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിഫ്ലക്ട് ചെയ്തുകൊണ്ട് നിൽക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ജാറ് നമുക്ക് വേണം എന്നുള്ളത് കേട്ടോ. ഹാപ്പിനെസ് ജാർ എന്നാണ് അതിന് ഞാൻ പേരിട്ടിട്ടുള്ളത്. ആ ജാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം റിഫ്ലക്ഷൻസ് നിങ്ങൾക്ക് ചെറിയ ഇതുപോലത്തെ ഇതിനേക്കാട്ട് ചെറുതും കിട്ടും. നമുക്ക് സ്റ്റിക്കി നോട്ട്സ് കിട്ടുമല്ലോ, അതിൽ ഓരോന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് അതിലോട്ടേക്ക് ഇടാം നിങ്ങളുടെ അച്ചീവ്മെന്റ്സ്. ഈ അച്ചീവ്മെന്റ്സ് ഒക്കെ എഴുതി ഇട്ടിട്ടിട്ട് നമ്മൾ ഓർത്തെടുത്ത കുറേ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള വേർഡ് വേണം, അത് ഉപയോഗിക്കാം. എന്നിട്ട് അത് അതിലോട്ടേക്ക് ഇട്ടിട്ട് ഒരു ദിവസം നമ്മൾ ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞൊരു സമയം നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അതിലുള്ള ഏതെങ്കിലും ഒന്ന് എടുത്ത് വായിച്ചിട്ട് അത് ഫീൽ ചെയ്തിട്ട് നമ്മളോട് താങ്ക് യു പറയാം. താങ്ക് യു പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹാബിറ്റ് ഫോം ചെയ്യാണ് കേട്ടോ. എന്തെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര വേർത്തി ആയിട്ടുള്ള ഒരാളാണെന്നുള്ളൊരു ഹാബിറ്റ് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ഇത് ചെയ്യണം. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ടേക്ക് വരാം കേട്ടോ. അപ്പൊ നിങ്ങൾ എഴുതി കഴിഞ്ഞോ? ബ്രാഞ്ചസിൽ ഒരു മിനിമം ഒരു 20 ഉണ്ടെങ്കിൽ, ഒരു 10 ഉണ്ടെങ്കിൽ എഴുതി കഴിഞ്ഞോ? നിങ്ങൾക്കത് റീഫിൽ ചെയ്യാം കേട്ടോ. ഇനിയും നിങ്ങൾക്ക് ഇതിലൂടെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കാം. ഇതിനാണ് പ്യുവർലി ജേർണലിംഗ് എന്ന് പറയുന്നത്. നമ്മളെ മനസ്സിലാക്കിയിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതി നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നമ്മൾ എഴുതുക കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധനങ്ങൾ കൊടുക്കാനും ഹെൽപ്പ് ചെയ്യാനും ഇഷ്ടമാണ്, അത് എഴുതാം. അങ്ങനെ അതായത് നമ്മളെ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്, നമ്മളെ റിഫ്ലക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞു. ഇതൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം വാവ് ഫീൽ ചെയ്ത് എത്ര പേരുണ്ട് ഇവിടെ? ചാറ്റ് ബോക്സ്, കം ടു ചാറ്റ് ബോക്സ്. ഇതൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ഒരു ഗ്രേറ്റ് ഫീൽ കിട്ടിയോ? ഞാനൊരു സംഭവമാണെന്നുള്ള തോന്നല്. യെസ്, യെസ്. നമ്മളൊന്നും ചെറിയ പുള്ളികളല്ല അല്ലേ? ശരിക്കും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെറിയ ആൾക്കാരെങ്കിലും സഹായിച്ചിട്ടുണ്ട്. അണ്ണാ കുഞ്ഞിനും തന്നാലായിരുന്ന പോലെ അല്ലേ? ഒരു വാവ് ഫീല് നമുക്ക് ഉണ്ടാവും. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കാണേണ്ട കാര്യം എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിലിട്ടെ, ചാറ്റ് ബോക്സിലിട്ടെ. എന്താണ് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഇനി നിങ്ങൾ റിയലൈസ് ചെയ്ത ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യം എന്താണ് നമ്മുടെ ലൈഫിൽ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം എന്താണ്? ടൈമാണ് കേട്ടോ. നിങ്ങൾ ആരും എഴുതിയായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എഴുതിയത്. ടൈം ഈസ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ എപ്പോഴും വേസ്റ്റ് ആക്കി കളയുന്ന ഒരു സംഭവമാണ് ടൈം. ഈ വരുന്ന 30 ഡേയ്സ് പോട്ടെ, ഫസ്റ്റത്തെ ഒരു 10 ദിവസം നമുക്ക് എടുക്കാം. ഈ ഒരു 10 ദിവസത്തിൽ നിങ്ങൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത് ടൈമാണ് കേട്ടോ. ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും വെറുതെ കിട്ടുന്നതല്ല.
അല്ലെ? ഇന്ന് കഴിഞ്ഞ് നാളെ നമ്മൾ ഉണ്ടോ എന്നുള്ളത് പോലും നമുക്കറിയില്ല. എന്നിട്ടും നമ്മൾ വേസ്റ്റ് ആക്കി കളയാണ് ടൈം അല്ലെ? അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരു ദിവസം 1 മണിക്കൂർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു വീക്കിൽ എത്ര കിട്ടും? ഒരു ദിവസത്തിൽ എത്ര കിട്ടും? ഒരു വീക്കിൽ എത്ര കിട്ടും? ഒരു മന്തിൽ എത്ര കിട്ടും? ഒരു ഇയറിൽ എത്ര കിട്ടും? അല്ലെ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇസ് ദാറ്റ് വൗ? തോന്നുന്നുണ്ടോ? അത് ഭയങ്കരമായിരിക്കും. അങ്ങനെ ഒരു മണിക്കൂർ സേവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഒരു മാസം നമ്മൾ ഗെയിൻ ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് നിങ്ങൾക്ക് തന്നെയാണ്. ഇത്തരത്തിൽ നമ്മുടെ ഒരു ദിവസത്തിലെ 1 മണിക്കൂറാണ് എടുക്കുന്നുള്ളൂ. 24 hours ഉണ്ട്. ഈ ഒരു 24 hours നിങ്ങൾ നിങ്ങളുടെ മാത്രം ആവശ്യത്തിന് വേണ്ടി വെറും 1 മണിക്കൂർ ചെലവഴിക്കാനാണ് ഞാൻ പറയുന്നത്. റെഡിയാണോ? ആ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? നിങ്ങളുടെ തന്നെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു ബെറ്റർ വേർഷൻ ആവാൻ വേണ്ടിയിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പം യെസ്. നിങ്ങൾ ഈ ബുക്കൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞല്ലോ കുറേ കാര്യങ്ങൾ ഡ്രീംസ് അങ്ങ് എഴുതി വെച്ചിരുന്നു. ഇതില് ഓൾമോസ്റ്റ് നെക്സ്റ്റ് പോട്ടെ, ഒരു വർഷം നിങ്ങൾ സമയം എടുത്തോ കേട്ടോ. നിങ്ങൾ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുമെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ശീലാണ് കേട്ടോ, നമ്മളെ തന്നെ ഒന്ന് പറ്റിക്കലല്ലേ. അപ്പം നിങ്ങൾ ഈ ബുക്ക് മറിച്ച് നോക്കും, കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഓക്കെ അല്ലേ? ടൈമിനെ നമ്മൾ എഫക്റ്റീവ് ആയിട്ട് ഇനി യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആര് വിളിച്ചാലും എവിടെയും ഓക്കെ ഐ എം റെഡി എന്ന് പറയുന്ന പരിപാടിയല്ല. എനിക്ക് എന്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതിന് പ്രയോറിറ്റീസ് കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പം എന്ത് കാര്യമായാലും ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തേക്കണം. നാളത്തേക്ക് ഒരു കാരണവശാലും മാറ്റിവെക്കരുത്. ഇൻ കേസ് നമ്മളെടുത്ത് മാറ്റി വെക്കേണ്ട സിറ്റുവേഷൻ വന്നാൽ ഇസ് ദാറ്റ് ഓക്കെ. പക്ഷെ നമ്മൾ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുന്നേ എഴുതണം, നാളെ ഞാൻ ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ? അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളൊരു ഹാബിറ്റ് ട്രാക്കർ ഫോം ചെയ്യുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമുക്ക് എല്ലാവർക്കും ഒരു ഹാബിറ്റ് ട്രാക്കർ വേണമെന്ന്. അപ്പൊ ആ ഒരു ഹാബിറ്റ് ട്രാക്കർ ആണ് ഇന്ന് നമ്മൾ ഇപ്പൊ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ ഒരു ബുക്കിൽ എഴുതി കഴിഞ്ഞ ഈ സംഭവം ഉണ്ടല്ലോ, നമ്മളിപ്പം സെൽഫായിട്ട് റിഫ്ലക്ട് ചെയ്ത ഈ ഒരു സാധനം, ഇത് നിങ്ങൾ എവിടെയെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾ എഴുതി വെച്ചത്, ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ബ്രാഞ്ചസ് വേണേൽ വരക്കാം, എഴുതേണ്ട കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാം. ഇത് നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പണ്ടത്തെ ആഗ്രഹങ്ങൾ എന്തും നിങ്ങളുടെ എന്ത് അച്ചീവ്മെന്റ്സ് ചെയ്താൽ എത്രത്തോളം ഈ ബ്രാഞ്ച് കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നു, അത്രയും നിങ്ങളുമായിട്ടുള്ള ഇന്നർ കണക്ഷൻ കൂടും, നിങ്ങൾക്ക് നിങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് കൂടും. പിന്നെ എനിക്ക് ഈ ഒരു ജേർണിയിൽ നിങ്ങളടുത്ത് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ മക്കളെ, നിങ്ങൾ നിങ്ങളെ ചീറ്റ് ചെയ്യരുത്. വരുന്ന ഈ വരുന്ന ഒരു 10 ദിവസമെങ്കിലും നിങ്ങൾ കമ്മിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യണം. ഇത്ര നാളും നമ്മൾ പലർക്കും വേണ്ടി പല കാര്യങ്ങളും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു ഉറപ്പ് നിങ്ങൾ ഈ ഒരു ഇപ്പം നമ്മൾ എഴുതിയേക്കുന്ന വരച്ചേക്കുന്ന ആ ചിത്രത്തിൽ നമ്മൾ എഴുതുക, ഐ ആം കമ്മിറ്റഡ് ടുവേർഡ്സ് മൈസെൽഫ് ഫോർ കമ്മിങ് 10 days അറ്റ്ലീസ്റ്റ്. അത് എഴുതി കേട്ടോ. അത് എഴുതിയിട്ട് നിങ്ങളുടെ തന്നെ പേരും ഒപ്പും ഇട്ടിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഏതാണോ ഹയർ സെൽഫ്, നമ്മൾ പറയില്ല നമുക്കൊരാളുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അതിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾ ആ സൈൻ ചെയ്തിട്ട് നിങ്ങളോട് തന്നെ കമ്മിറ്റഡ് ആയിട്ട് എന്നുള്ളത് എഴുതുവാണ്. ഇനി നിങ്ങളിത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ബ്രേക്ക് ചെയ്താൽ കിട്ടുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? നമ്മൾ സെൽഫായിട്ട് ഒരു കാര്യങ്ങൾ തീരുമാനിക്കുകയും അത് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പം നിങ്ങളുടെ തന്നെ സെൽഫ് എസ്റ്റീം ആണ് കുറഞ്ഞു പോകുന്നത്. കാരണം നമ്മൾ ബാക്കിയുള്ള ആൾക്കാർക്ക് വേണ്ടി മാറ്റി വെക്കുമ്പോൾ സംഭവിക്കുന്ന അതേ സംഭവം തന്നെ. ഓ ഞാൻ അത് ചെയ്ത്, ഈ മാറ്റി വെക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ടെൻഡൻസി ഉണ്ടാവും, ഇത് മാറ്റി വെക്കാനുള്ള കാര്യമാണ് എന്നുള്ളൊരു ചിന്ത വരും. അതിനി അതിന് അവസരം കൊടുക്കരുത് കേട്ടോ. ഈ എടുത്തിരിക്കുന്ന തീരുമാനം ഇന്ന് ചെയ്തിട്ടില്ല, ദാറ്റ്സ് ഓക്കെ, നമ്മൾ നാളെ ചെയ്യും, അത്രയും വേണ്ടുള്ളൂ. ഇനി അത് ചെയ്തില്ലല്ലോ എന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട കേട്ടോ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ സെറ്റ് അല്ലേ? അവിടെ എഴുതി എത്ര പേർ ഒപ്പിട്ടു? കമ്മിറ്റഡ്? ഹൗ മെനി ഓഫ് യു കമ്മിറ്റഡ് ഹിയർ? അതായത് നമ്മൾ തന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യുന്ന കാര്യമല്ലോ കേട്ടോ, ഞാൻ കമ്മിറ്റഡ് ആണ് എന്നുള്ള രീതിയിൽ. ഓക്കെ. അപ്പോ നമ്മുടെ ദിവസങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുത്തേ നിങ്ങൾ. ഹാബിറ്റ് ട്രാക്കർന്ന് ഹെഡിങ് എഴുതുക. ഓക്കെ, എഴുതിക്കോ. ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഒരു പുതിയത് ചെയ്യാൻ പോവാണ്. ഹാബിറ്റ് ട്രാക്കർ. ഓക്കെ, എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അതിൽ ഫസ്റ്റ് ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ ഡേറ്റ് ആണ് എഴുതുന്നത്, മേലെ എഴുതുന്നത്. ഡേറ്റ് എഴുതിക്കോ. എഴുതിയോ?
വോയിസ് കേൾക്കുന്നില്ല എന്ന് എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഓഡിയോ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഒന്ന് ആരെങ്കിലും ഒന്ന് മെസ്സേജ് ഇട്ടെ. ഓഡിബിൾ ആണ്. ഓക്കെ ഓക്കെ. ഇപ്പൊ ഓഡിയബിൾ ആണ്. അപ്പൊ ആളുടെ മൈക്ക് ഒന്ന് ചെക്ക് ചെയ്യണേ. ഇതൊന്നും എനിക്കും കുറച്ച് സമയം കിട്ടിയില്ല. കിട്ടിയില്ല. ഞാൻ അത് record- അത് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ജിൻഷന്റെ മിസ്റ്റേക്ക് അല്ല. ആർക്ക് അങ്ങോട്ടൊന്ന് ഒരു കോളിംഗ് ബെൽ അടിച്ചിട്ട് പോകേണ്ടി വന്നു. സൗദത്താ, ഒരു കാര്യം ചെയ്യാം. ഇത് ഞാൻ റെക്കോർഡ് നമ്മുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആക്കും. നിങ്ങൾക്ക് കാണാനും പ്രാക്ടീസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒറ്റ ദിവസമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ റെക്കോർഡൊക്കെ. പിന്നെ ഞാനത് പ്രൈവറ്റ് ആക്കി വെക്കും. ഇന്നത്തെ കാണേണ്ടത് ഇന്ന് മാത്രം കാണുന്ന ആൾ ചെയ്താൽ മതി എന്നാണ് എന്റെ ഒരു നിലപാട് കേട്ടോ. ഓക്കെ. ഇപ്പൊ എന്താ ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് എനിക്ക് പിടുത്തില്ല. ഓ, ഇത് ചെയ്തായിരുന്നോ സൗദത്ത? ഈ ഒരു ഇത് ചെയ്തായിരുന്നോ? അത് വരച്ചു, അത് ചെയ്തു. അതിന് ശേഷമാണ് അതിനുശേഷം ബെല്ലടിച്ചത്. ജസ്റ്റ് ഒരു പേപ്പറിൽ ഹാബിറ്റ് ട്രാക്കർ നമ്മൾ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയം ഇത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാണ് നമ്മുടെ സ്കെഡ്യൂൾ വെച്ചിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പേപ്പർ ഹാബിറ്റ് ട്രാക്കർ എഴുതിയിട്ട് നമ്മൾ ഇനി ഈ വരുന്ന ഈ 10 ദിവസം ട്രാക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതുന്നത്. ഫസ്റ്റത്തെ തിങ് വാട്ടർ ആണ് അല്ലെ? വെള്ളത്തിന്റെ കാര്യം നമുക്ക് ഇനി ഇവിടെ എന്റെ കൂടെ ജേർണിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അടുത്തൊന്നും പ്രത്യേകിച്ച് പറയൊന്നും വേണ്ട. വാട്ടർ എന്തായാലും നിങ്ങൾ ട്രാക്ക് ചെയ്യണം. മിനിമം 3 ലിറ്റേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ സ്വെറ്റ് ചെയ്യുന്നുണ്ട്, പല ആക്ടിവിറ്റീസും വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ചിട്ട്. മിനിമം 3 ലിറ്റേഴ്സ് വേണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ പളപളാന്ന് മിന്നുള്ളൂ. പിന്നെ നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ്, ആ റിതം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനും നമ്മുടെ ഫോക്കസ് കൂടാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. 3 ലിറ്റേഴ്സ് കുടിക്കാൻ പറ്റുമോ? ഇനി മടമടാന്ന് പറഞ്ഞിട്ട് നമ്മൾ കുടിക്കണ്ട. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ 2 ഗ്ലാസ് വെള്ളം, അത് പക്ക നിങ്ങൾ അങ്ങ് സെറ്റ് ആക്കുക. പിന്നെ നമ്മൾ അങ്ങനെ 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 പോയാൽ മതി. അത്ര പറ്റിയില്ലെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ ഒരു 8 ഗ്ലാസ് എന്നുള്ള രീതിയിൽ അങ്ങ് വന്നിട്ട് മെല്ലെ പറ്റുമെന്ന പോലെ കൂട്ടിയെടുത്താൽ മതി. ഓരോ ദിവസവും കുറച്ചെങ്കിലും പറ്റിയാൽ അത്രയും ബെസ്റ്റ്. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യമാണ് ഹെൽത്തി ഈറ്റിംഗ്. ഓക്കെ. അതും നിങ്ങളുടെ അടുത്തൊന്നും പ്രത്യേകിച്ചിട്ട് പറയേണ്ട കാര്യമില്ല. നമ്മൾ പുറത്തെ ഫുഡ് ഒഴിവാക്കുന്നു, ഷുഗർ കട്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഷുഗർ കട്ട് ചെയ്യുന്ന വെച്ചാൽ ആഡഡ് ഷുഗർ. ഫ്രൂട്ട്സിൽ ഷുഗർ ഉണ്ട്, നമ്മുടെ വെജിറ്റബിൾസിൽ ഷുഗർ ഉണ്ട്, നമ്മൾ കഴിക്കുന്ന ചോറിലും ചപ്പാത്തിയിലും വരെ ഷുഗർ ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എക്സ്ട്രാ ആയിട്ടുള്ള ഷുഗർ കൊടുക്കുന്നില്ല. അത് ഓക്കെ അല്ലേ? ആ കണ്ടീഷൻ ഓക്കെ അല്ലേ? ഓക്കെ. ഡെയിലി നമ്മൾ 2 വെറൈറ്റി ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ആഡ് ചെയ്താൽ മാത്രം മതി. അതായത് വീക്കിൽ ഒരു 5 ദിവസം നിങ്ങൾ ഹെൽത്തി ആയിട്ട് പോയിട്ട് 2 ദിവസം നിങ്ങൾ ഒരു ദിവസമെങ്കിലും നമ്മൾ എന്തെങ്കിലും കഴിച്ചില്ലേ നമുക്ക് ബുദ്ധിമുട്ടല്ല. നമ്മുടെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സംഭവമാണല്ലോ, ഒരു സെലിബ്രേഷൻ ആണല്ലോ ഫുഡ്. അങ്ങനെ ചെയ്താലും ഓക്കെയാണ്. പക്ഷെ എന്നാലും നിങ്ങൾ ഹെൽത്തി ഈറ്റിംഗ് ആണെന്ന് മേക്ക് ഷുവർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം വാട്ടറിന്റെ കേസ് എടുത്ത് നോക്കുമ്പം നമ്മൾ അതിൻ്റെ അടുത്ത് നമ്മൾ ട്രാക്ക് ചെയ്യാൻ പോകുന്നത് കമ്മിങ് 10 ഡേയ്സ് ആണ്. അപ്പം 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ 10 റൗണ്ടുകളായി കണക്കായിട്ട് അങ്ങ് വരച്ചോളൂ കേട്ടോ. മനസ്സിലായോ? ഇസ് ദാറ്റ് ക്ലിയർ? എന്നിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ എത്രയാണോ, ഇപ്പൊ നമുക്ക് ഇത്ര സമയമല്ലേ ആയിട്ടുള്ളൂ. വെള്ളം കുടിക്കുന്നതിന് കണക്കായിട്ടാണ്. ഇപ്പൊ ഇന്നത്തെ രാത്രി ഞാൻ എഴുതുമ്പോൾ വെള്ളം ആകെ 2 ഗ്ലാസ്സേ കുടിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര ചെയ്താൽ മതി കേട്ടോ. ഇനി ഇന്നത്തെ ഫുള്ളായിട്ട് രാത്രിയിലാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയ ഒരാളാണെങ്കിൽ നമുക്ക് ആ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ട്രാക്ക് ചെയ്തൂടെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക്? അപ്പൊ ഇങ്ങനെ നോക്കുമ്പം എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഇത്ര, ഒരു ദിവസം ഇത്ര, ഈ കളർ ചെയ്ത് നോക്കിയാൽ അറിയാം നമ്മുടെ പ്രോഗ്രസ്. ഒരു ദിവസം ഫുള്ള് കുടിച്ചു കണ്ടോ? ഈ കളറിങ്ങിന്റെ ഷെയ്ഡിങ് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റണം ആ 10 ദിവസം എങ്ങനെ പോയി എന്നുള്ളത്. മനസ്സിലായോ? ഓരോ ദിവസം ചെയ്ത കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇത് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. എല്ലാവർക്കും ക്ലിയർ ആണോ? കുറച്ച് താഴോട്ട് പിടിക്കാൻ പറ്റുമോ? ഓക്കെ ഓക്കെ ആണോ? ഒന്നും കൂടി പറയോ? എനിക്ക് അതിന്റെ ഇടയിൽ വോയിസ് ഒന്ന് ബ്രേക്ക് ആയിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ റൗണ്ട് വരച്ചേക്കുന്നത് നമ്മുടെ ഹാബിറ്റ് ഡേ 1, അതായത് ഇന്നത്തത്, നാളത്തത്, മറ്റന്നാൾ, ഇങ്ങനെ 10 ദിവസമാണ് നമ്മൾ ട്രാക്ക് ചെയ്യാൻ പോകുന്നത്. 10 ദിവസം നിങ്ങൾ ബെസ്റ്റ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. അത് കഴിഞ്ഞാലാണ് നമ്മൾ അടുത്ത 10 ദിവസം നോക്കണ്ടുള്ളൂ. ഇനി 10 ദിവസം ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ മിനിമം 5 ദിവസമെങ്കിലും ട്രാക്ക് ചെയ്യാം. ഈ വരുന്നത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോവാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ.
അപ്പം അതില് നമ്മള് കണ്ടോ, ഇന്നത്തെ ദിവസം ഞാൻ മുഴുവനായിട്ട് എക്സൈറ്റ്മെന്റ്, പുതിയൊരു പ്രോഗ്രാം ഒക്കെ തുടങ്ങിയാൽ അടിപൊളിയായിട്ട് വെള്ളമൊക്കെ കുടിച്ചാൽ ഫുള്ള് കളർ ചെയ്യാം. നാളത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് പുറത്ത് പോയി എൻ്റെ വീട്ടിൽ ആൾക്കാർ വന്നു, ഗസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ പകുതി മാർക്ക് ചെയ്യാം. നമുക്ക് അല്ല, മറ്റന്നാള് കുറച്ചുകൂടെ കുടിക്കാൻ പറ്റിയെങ്കിൽ അങ്ങനെ കളർ ചെയ്ത് പോകുമ്പം അടുത്ത ലാസ്റ്റ് ഒരാഴ്ചയിൽ ഒരു ദിവസം എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ കളർ കാണുമ്പോൾ എങ്ങനെയായിരുന്നു എൻ്റെ ഒരാഴ്ച പോയത് എന്നുള്ളത്. മനസ്സിലായോ? ക്ലിയർ? ഓക്കെ, ക്ലിയർ ആണ്. മനസ്സിലായില്ലേ? അത് ഭയങ്കര എളുപ്പമല്ലേ? പിന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്കങ്ങ് മനസ്സിലാവും നമ്മളെ തന്നെ പറ്റിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? ഇത് ചെറിയ കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേങ്കില് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കും കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ ഇന്ന് മുതൽ ചെയ്യാൻ പോകുന്ന ഒരു ഹാബിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്ലീപ്പിങ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോണം. അപ്പം ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും എല്ലാ കാര്യങ്ങളും നിങ്ങൾ പെർഫെക്റ്റ്, ഓരോ ദിവസവും ഇതിന്റെ ഓരോന്നിന്റെ സെഷനാണ് ഞാൻ തരാൻ പോകുന്നത്. ഈ വരുന്ന ഇപ്പൊ നമ്മൾ അണ്ടറിൽ എഴുതുന്ന ഈ ഹാബിറ്റ്സ് ഉണ്ടല്ലോ, ഇന്നിപ്പോ നമ്മൾ ജസ്റ്റ് പറയുന്നത് വെള്ളത്തിന്റെ മാത്രമാണ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി. ബാക്കിയൊക്കെ നമുക്ക്, നിങ്ങൾ ഇപ്പൊ ഉള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് എഴുതാം, ഇറ്റ്സ് ഓക്കെ. പക്ഷെ കറക്റ്റ് പഠിച്ചു വരുമ്പോൾ ആ ഒരു ഷെയ്ഡിങ് പെർഫെക്റ്റ് ആയിട്ട് പിന്നെ വന്നാലും മതി കേട്ടോ. സ്ലീപ്പ് കറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങള് ഒരു റീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, എന്തെങ്കിലും ഒരു പേജസ്, മിനിമം ഒരു 2 പേജ് എങ്കിലും നിങ്ങൾ ഒരു ദിവസം വായിക്കണം കേട്ടോ. അത് ഏതാണെന്ന് പറയാൻ പറ്റുവാണ്, അത് കംപ്ലീറ്റ് അറിയിക്കാൻ പറ്റുവാണ്, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുവാണ്, അത്രയും നല്ലത് കേട്ടോ. അപ്പം അതിനും ഇതുപോലെ തന്നെ റീഡ് ചെയ്യുന്ന സംഭവത്തിനും നമ്മൾ വരച്ചു കൊടുക്കുക. പിന്നെ ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ് മൂവ്മെന്റ്, അല്ലെങ്കിൽ വർക്ക്ഔട്ട് എന്ന് എഴുതാം. ഓക്കെ, മൂവ്മെന്റ്. നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ മൂവ്മെന്റ് മെത്തേഡ് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെ ലേസി ആയിട്ട് ഇരിക്കാനല്ല. കാരണം ഓരോ മീല് കഴിഞ്ഞാലും മിനിമം 10 മിനിറ്റെങ്കിലും നിങ്ങൾ നടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബോഡിയിൽ വ്യത്യാസം വരും. കാരണം നമ്മുടെ ബോഡി പിന്നെ സ്ലോ ഫേസിലേക്ക് പോവാതെ ആക്റ്റീവ് ഫേസിലേക്ക് വന്നാൽ മാത്രമേ നിങ്ങൾ കഴിച്ച ഫുഡ് മുഴുവനായിട്ട് ബോഡി യൂസ് ചെയ്യുള്ളൂ. മനസ്സിലായോ? അല്ലാത്ത സമയത്ത് നമുക്ക് ലേസിനെസ് ആണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഭാവം ഉണ്ടാവുക, കിടക്കുന്ന ഒരാളാണ് എന്നുള്ളതെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ ഉച്ചയ്ക്ക്, പ്രത്യേകിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള നാപ്പ് എടുക്കേണ്ട. ഓൾറെഡി നമ്മുടെ ബോഡി, ശരീരം കിടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ആ ഒരു ആക്റ്റീവ് അവേഴ്സിന് ശേഷം നമ്മൾ സൂര്യൻ അസ്തമിക്കുന്ന സമയത്തേക്ക് സ്ലോ ഫേസിലാണ് ഇരിക്കുന്നത്. അതിന്റെ മെറ്റബോളിക് റേറ്റ് ഒക്കെ താഴോട്ടേക്കായിരിക്കും ഇരിക്കുന്നത്. ആ സമയത്ത് നമ്മളും കൂടെ പോയി കിടന്നാൽ പോയി, അന്നത്തെ ദിവസം എന്നല്ല, അന്നത്തെ ആ ഒരു എനർജി ലെവൽ നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റൂല. മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് പറ്റൂല. അപ്പൊ എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ ചോദിച്ച ഒരു കാര്യത്തിന് ഞാനിപ്പം ഒരു ക്ലാരിറ്റി തരാം. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളാണ്, അല്ലാത്ത ഒരാളാണെങ്കിലും കമ്മിറ്റഡ് ആയിട്ട് ഈ വരുന്ന 10 ദിവസം ഇതിനു വേണ്ടി മാത്രം നിങ്ങൾ രാവിലെ അരമണിക്കൂർ എഫേർട്ട് ഇട്ടിട്ട് സമയം കണ്ടെത്തിയിട്ട് കുറച്ച് നേരത്തെ എഴുന്നേക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, നേരത്തെ എഴുന്നേറ്റിട്ട് ചെയ്യണം. അതായത് നമ്മൾ ആ ഒരു ക്ലാരിറ്റി നിങ്ങൾ ഉണ്ടാക്കണം. കാരണം ഒരു ദിവസം ഒരു അരമണിക്കൂർ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ 2 മണിക്കൂർ അധികം കിട്ടുന്നതാണ് സ്റ്റഡീസ് പറയുന്നത്. ക്ലിയർ? ക്ലിയർ അല്ലേ? നേരത്തെ എഴുന്നേറ്റിട്ട് മാത്രം കാര്യമില്ല, എഴുന്നേറ്റിട്ട് നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് നമ്മളെ യൂസ് ചെയ്യണം. ഇനി എക്സസൈസ് ചെയ്യുന്നില്ലെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ ചെയ്താലും നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് ഹോർമോൺ കുറയും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹറിബറി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ചെയ്യും. കുട്ടികളടുത്ത് ഷൗട്ട് ചെയ്യേണ്ട, അവർക്ക് വേണ്ടുന്ന കാര്യം പലപ്പോഴും നമ്മൾ കുട്ടികളടുത്തൊക്കെ ഷൗട്ട് ചെയ്യേണ്ട വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞ എത്ര പേർ എഗ്രി ചെയ്യും? അവര് ഫ്രഷ് ആയിട്ടല്ലേ നമ്മുടെ കയ്യിലോട്ടേക്ക് ദൈവം തന്നത്. നമ്മൾ ഷൗട്ട് ചെയ്ത് നമ്മുടെ എനർജി അവരുടെ മേത്ത് കൊടുത്തിട്ടല്ലേ അവര് അല്ലേ സ്വഭാവത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവാം. എത്ര പേര് എഗ്രി ചെയ്യുന്നുണ്ട്? ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട് എന്റെ കാര്യത്തിൽ. അവരെന്റെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ പങ്ക്ച്വൽ അല്ലെങ്കിൽ ഞാനാണ് അതിന്റെ ഉത്തരവാദി എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നുണ്ട്. അഗ്രീഡ് അല്ലെ? നമ്മൾ വെറുതെ അവർ പറയാം, ഒന്നും പറഞ്ഞാൽ കേൾക്കൂല. എന്തുകൊണ്ടാണ് കേൾക്കാത്ത? നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. ഒന്നും നല്ലത് കഴിക്കൂല. എന്തുകൊണ്ടാണ് കഴിക്കാത്തത്? നമ്മൾ കൊടുത്തിട്ടാണ് അവരിതൊക്കെ പഠിച്ചത്. അവർ കണ്ടിട്ടുണ്ടോ? ജനിച്ച് വരുമ്പോൾ അവർ എവിടുന്ന് മനസ്സിലാക്കുവാണ് ചിപ്സ് വരുന്നുണ്ട്, ജ്യൂസ് ഉണ്ട്, പെപ്സി ഉണ്ട്, അവർക്ക് എവിടുന്ന് അറിയാം? ചോക്ലേറ്റ്സിനെ നമ്മളല്ലേ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലേ? അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളത്. ആ ടൈം നമ്മളാണ് അൺലോക്ക് ചെയ്യേണ്ടത്. അത് എഗ്രി ചെയ്യുന്നുണ്ടോ?
ഇത് ഞാൻ നിങ്ങൾക്ക് ടെംപ്ലേറ്റ് തന്നെ അയച്ചു തരാം കേട്ടോ. പ്രിന്റ് എടുക്കാൻ പറ്റുന്ന പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ അടിയിൽ ടു ഡു ലിസ്റ്റും ആഡ് ചെയ്യേണ്ടതുണ്ട്, നോട്ട്സും ആഡ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അതായത് ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് ഒരു ഈ 10 ദിവസം എനിക്ക് എന്തായാലും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചാൽ മതി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നോട്ട്സിൽ എന്തെങ്കിലും മീറ്റിംഗ്സോ ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാം. 95% എന്ന് പറയുന്നത് ബാക്കി അവർ പഠിച്ചോളും. ചെറുപ്പത്തിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. ബാക്കി അവർ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ട് അതൊന്നും നമുക്ക് നമ്മുടെ കയ്യിലല്ല കേട്ടോ. നമ്മൾ പറയുന്നത് നമുക്കും ഒരു റോൾ ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ മൊത്തം അങ്ങ് വിട്ടുകൊടുത്താൽ ശരിയാവില്ലല്ലോ അല്ലേ? ഓക്കെ, അവർക്കും നമുക്കും ഒരുപോലെ പങ്കുണ്ട്. കുറച്ചുകൂടെ മുതിർന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് തന്നെ ഒരു റിഫ്ലക്ഷൻ തോന്നിയിട്ട് അവർ മാറിക്കോളും. ഇനി അങ്ങോട്ടുള്ള കുട്ടികൾക്ക് എനിക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് ആണിത്. നമ്മളെ മാറ്റാൻ നമുക്ക് ഏത് സമയത്തും പറ്റും. അതിപ്പോ ഒരു 85 വയസ്സായാലും 95 വയസ്സായാലും നമുക്ക് മാറണം എന്ന് വിചാരിച്ചാൽ നമുക്ക് മാറാം. പക്ഷെ അതിന് നമ്മൾ ആ ഒരു കംഫർട്ട് ആയിട്ടുള്ള സോണിൽ നിന്ന് ഇറങ്ങണം എന്നുള്ള ഒരു ചെറിയൊരു ചിന്തയെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് മാറാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? എനിക്ക് മാറണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് അവിടെ കിടന്നിട്ട് അടുത്ത റീല് കണ്ടുകൊണ്ട് കാര്യമില്ലല്ലോ. മാറണമെങ്കിൽ മാറാൻ വേണ്ടുന്ന ഫസ്റ്റ് ടാസ്ക് മൊബൈൽ അവിടെ വെച്ചിട്ട് എഴുന്നേറ്റിട്ട് ബ്രീത്ത് എടുത്തൊന്ന് നടക്കുക. അപ്പോഴാണ് മറന്നുപോയ മക്കളെ ബ്രീത്തിങ് എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ്. നാളത്തെ സെഷനാണ് കേട്ടോ. ബ്രീത്തിങ് എക്സസൈസിന് ഹാബിറ്റിന്റെ ഏറ്റവും ഫസ്റ്റ് വാട്ടറിനേക്കാളും ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ബെഡിൽ നിന്ന് തന്നെ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേങ്കിൽ നമ്മൾ റൂമിലൊക്കെ ലോക്ക് ചെയ്ത് കിടന്നുറങ്ങുന്ന ഇതാവുമ്പം അവിടെ ആ ഒരു നമ്മുടെ തന്നെ ബ്രീത്തും ഒക്കെ വെച്ചിട്ട് അതൊരു മെസ് ആയിട്ടുണ്ടാവും റൂം. അപ്പൊ അതിനേക്കാളും നല്ലത് അവിടെ കിടക്കുന്ന ബെഡ് നമ്മൾ കിടക്കാൻ വേണ്ടി മാത്രം ഒപ്റ്റിമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയിട്ടാണ്. ഈ ജേണലൊന്നും ബെഡ് കിടന്നിരുന്ന് ചെയ്യാത്തതാണ് നല്ലത്. മിനിമം ഒരു ടേബിളിലോ എവിടെയെങ്കിലും ഇരുന്നിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. അതൊക്കെ ഞാൻ അടുത്ത സെഷനിൽ വരുന്നതാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ആകെയുള്ളൊരു കാര്യം ഇതെത്ര എഫക്റ്റീവായിട്ട് ചെയ്യാന്നുള്ളതാണ്. ഹാബിറ്റ് ട്രാക്കിംഗ് ആണ്. അപ്പൊ ബ്രീത്തിങ് എക്സസൈസിന് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞിട്ട് പോട്ടോ. ബ്രീതിങ് എക്സസൈസിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ബോഡി ഇങ്ങനെ ആയിരിക്കില്ല. നമ്മൾ എഴുന്നേക്കുന്നത് മിക്കവാറും നമുക്ക് ഒരു ഇതുകൊണ്ടായിരിക്കില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ ബ്രീത്ത് എടുത്തു കഴിഞ്ഞാല് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ ഇങ്ങനെ ഫ്ലോ ചെയ്ത് നമ്മുടെ തന്നെ ഒരു ദിവസത്തേക്കുള്ള ഫുൾ എനർജി ആ രാവിലത്തെ സോറി ईमेल मेरे पास आया है, वो बॉडी शॉप का ही है ना? ഓക്കെ, നമ്മളെ തന്നെ കറക്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ബ്രീത്തിങ്ങില് നമ്മളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഫസ്റ്റത്തെ ദിവസം ഓപ്റ്റിമൈസ് ചെയ്തിട്ട് വെക്കുവാണ് ആ ബ്രീത്തിങ് എക്സസൈസിലൂടെ. അതിന് വേറെ ടെക്നിക്ക് ഒന്നും വേണ്ട കേട്ടോ. എത്ര യൂട്യൂബിൽ അത്രയും അവൈലബിൾ ആണ്. അങ്ങനെ ഇല്ലെങ്കിലും ജസ്റ്റ് നമ്മുടെ ഈ 2 വിരലുകൾ മടക്കി വെച്ചതിന് ശേഷം Divisha, may I interrupt you? Yes, ma'am. ഒരു RD114 Sahal Rashid. You can remove from here. No issues at all. Thank you, ma'am. Like, do you know? Remove it. Sahal Rashid. I think this is something unknown. I will lock the room. Okay, I remove this person. I'll remove. Sure. Okay. സഹൽ റഷീദ് ബിൻസിയുടെ നമ്പർ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ബിൻസിയുടെ മോന്റെ പേരാണ് സഹൽ റഷീദ് ഹസ്ബൻഡ്. Okay, I lock the room so that nobody else enters. Is that fine? Yeah, it's okay. നമ്മള് വേറൊരു കാര്യം, പങ്ക്ച്വാലിറ്റിന്റെ കാര്യം, നമ്മൾ അങ്ങോട്ടേക്ക് കമ്മിറ്റഡ് ആയിട്ട് ആക്ഷൻ എടുക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണ്. 8:30 ഈ റൂമിലെത്തി 8:30 നമ്മള് റൂമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 8:40 ആകുമ്പോഴത്തേക്ക് നമ്മൾ ലോക്ക് ചെയ്യും. പിന്നെ വരുന്ന ആൾക്കാർക്ക് ഇത് കേൾക്കേണ്ട ഭാഗ്യം ഉണ്ടാവില്ല, ഫോളോ ചെയ്യേണ്ട ഭാഗ്യം ഉണ്ടാവില്ല നമ്മൾ വിചാരിച്ചാൽ മതി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആ സമയത്തേക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് വരാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയല്ലേ? നമ്മളൊരു 10 ദിവസമാണ് നമ്മൾ എടുക്കുന്നത്. ആ 10 ദിവസം നിങ്ങളിലോട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോവല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പൊ ഈ ബ്രീത്തിങ് എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ 3rd ഡേ ഒന്നും കൂടെ കറക്റ്റ് ആയിട്ട് ചെയ്യാം. എന്നാലും നാളെ ഇന്ന് രാത്രി ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് നോക്കിക്കോ, ഒന്നും കൂടെ ഞാനത് ക്ലിയർ ചെയ്യാം. ഓൾറെഡി ജേണിയിലുള്ള ആൾക്കാർക്ക് അറിയാം. ഇതൊക്കെ ലെഫ്റ്റ് നോസിലൂടെ നമ്മൾ ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുക. എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോളൂ കേട്ടോ. ജസ്റ്റ് റിലാക്സ് യുവർ സെൽഫ്. സ്പൈനൊക്കെ എറക്റ്റ് ആക്കി വെച്ച് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് 90 ഡിഗ്രിയിൽ വെച്ചതിന് ശേഷം റിലാക്സ്. നത്തിങ് ഓൺ ദ ലാപ്പ്. ഒന്നും കിട്ടിയാൽ നമ്മൾ ഭയങ്കര ഫ്രീ ആണ്. ഇരുന്നതിന് ശേഷം
ജസ്റ്റ് ഒന്ന് കണ്ണടക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ട്രാക്ട് ആവാതിരിക്കാനാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ണടച്ചതിന് ശേഷം വലത്തെ മൂക്ക് നമ്മൾ അടച്ചു വെച്ച് ഇടത്തെ മൂക്കിലൂടെ സ്ലോലി, ഭയങ്കര ഫോഴ്സ് ഒന്നും കൊടുക്കാതെ ശ്വാസം എടുക്കുകയാണ്. എന്നിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഇടത്തെ മൂക്ക് അടച്ചു വെച്ച് വലത്തെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുവാണ്. എന്നിട്ട് ആ ശ്വാസം വിട്ട വലത്തെ മൂക്കിലൂടെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഇടത്തെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുവാണ്. ഇതാണ് മെത്തേഡ്. ഓക്കെ, നമ്മൾ എടുക്കുന്നത് ഓക്സിജൻ ആണ് ഉള്ളിലോട്ടേക്ക്. നമ്മുടെ ലൈഫ് നിലനിർത്താനുള്ള ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഫ്യൂവൽ ആണ് ഉള്ളിലേക്ക് എടുക്കുന്നത്. നമ്മുടെ ജീവൻ തന്നെയാണ് എടുക്കുന്നത്. ആ ഹോൾഡ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മളൊരു കുറച്ചധികം സമയം നിന്നാൽ നമുക്ക് റെസ്റ്റ്ലെസ് ആവും നമ്മൾ, അല്ലെ? ആ ഒരു ചെറിയൊരു തിരിച്ചറിവ് മതി കേട്ടോ, നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുതരാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു ശ്വാസത്തിന്റെ കളിയാണ്. അപ്പം എല്ലാ ദിവസവും രാവിലെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യേണ്ടതിന്റെ പ്രത്യേകത അതാണ്. നമ്മൾ വളരെയധികം ഷാർപ്പാവും. തോട്ട് ആയാലും നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് ഒക്കെ ആയാലും ഭയങ്കര പ്രഷ്യസ് ആയിട്ട് മാറും. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ എത്ര പേരുണ്ട് ഇവിടെ മെഡിറ്റേഷൻ, ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു പേഴ്സണൽ അച്ചീവ്മെന്റ് ഒന്ന് ഷെയർ ചെയ്തേ. നമ്മളിങ്ങനെ ഞാനൊരാൾ റേഡിയോ പറയും പോലെ പറഞ്ഞാൽ മതിയോ? പറയും, എത്ര പേരുണ്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ? ഞാൻ ചെയ്യാറുണ്ട് ഡെയിലി. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ എത്രയായി ചെയ്യുന്നത് മാം? ഷിൻസി മാം, നമ്മള് ഫസ്റ്റ് തുടങ്ങിയത് എന്നായിരുന്നു? ജനുവരിയിലാണ്. കഴിഞ്ഞ ജനുവരിയിൽ അല്ലേ? ഒരു ഇയർ ആയില്ലേ? അതിൽ വന്നൊരു വ്യത്യാസം ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുമോ? നിങ്ങൾക്ക് സെൽഫായിട്ട് വന്ന, നിങ്ങളിപ്പോ 3 ആൾക്കാരും നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിൽ ഓൾറെഡി പ്രോഗ്രാം ഒക്കെ നിൽക്കാതെ ചെയ്യുന്ന, ഞാനിങ്ങനെ കാണാറുണ്ട് ഇടയ്ക്കൊക്കെ സ്റ്റാറ്റസ്. ഞാൻ കുറച്ച് ആൾക്കാരുടെ നമ്പറാണ് സേവ് ചെയ്തിട്ട്, എന്റെ കൂടെ ജോയിൻ ചെയ്ത ആൾക്കാരുടെ ഒക്കെ സേവ് ആണ്. അവരുടെ സ്റ്റാറ്റസ് മാത്രം ഞാൻ അധികം നോക്കാറുണ്ട് ഇടയ്ക്ക്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു നിങ്ങളുടെ ഒരു ബോണ്ടിങ് കാണുമ്പോൾ. നിങ്ങൾ അല്ലേ, ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്ത്, ആ ഒരു ടീമിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വന്ന വ്യത്യാസം നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞേ. ബ്രീത്തിങ് എന്ന് പറയുന്നത് അത് ചെയ്യാത്ത ദിവസം ഭയങ്കര ലോ ആണ് എനർജി. അത് ഒന്നാമത് ചെയ്യാറുണ്ട്, എന്നും ചെയ്യാറുണ്ട്. എപ്പോഴും അങ്ങനെ ചെയ്യാത്ത ദിവസം ഞാൻ വൈകിട്ടായാലും അല്ലെങ്കിൽ എപ്പോഴാ ടൈം കിട്ടുന്ന വെച്ചാൽ അപ്പൊ ചെയ്യാറുണ്ട്. ഡെയിലി ചെയ്യും. ഇനിയിപ്പം നിങ്ങളിപ്പം ഇതൊന്നും ഇതിന്റെ ഭാഗമായിട്ടല്ല എന്നുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്ന് ഡോക്ടേഴ്സിനെ കാണുമ്പം ആളും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കും. നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യണമെന്ന് പറയും. കാരണം ഇന്നത്തെ കാലത്ത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി മുതൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോവാണ് ബ്രീത്തിങ് എക്സസൈസ്. അപ്പം നമ്മൾ നാളെ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? എന്തൊക്കെയാണ്? നമ്മുടെ വാട്ടർ കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഓൾറെഡി ചെയ്യുന്നതാണ്, എന്നാലും ഒന്ന് റിമൈൻഡ് ചെയ്തതാണ്. പിന്നെ അതേപോലെ ഫുഡിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുകയാണ്. നമ്മുടെ സ്ലീപ്പിങ്ങിന്റെ ടൈം, ഉറങ്ങാനും എഴുന്നേൽക്കാനും കറക്റ്റ് ആയിട്ടുള്ള സമയം നമുക്ക് ഉണ്ടായിരിക്കണം. ഇന്ന് മുതൽ 10 ദിവസത്തേക്ക് എങ്കിലും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അലാറം വെക്കണം. നിങ്ങൾ അലാറം വെക്കുമ്പോൾ ഇനി 3 അലാറങ്ങൾ വെക്കുക കേട്ടോ. ടൈം വെക്കുക. ഒന്നാമത്തത് എഴുന്നേക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം കുറച്ച് ദിവസമേ വേണ്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് അങ്ങ് നിങ്ങളെ വിളിച്ചോളും, റിമൈൻഡ് ചെയ്തോളും. എഴുന്നേക്കാൻ ഒരു അലാറം, ഉറങ്ങാൻ ഒരു അലാറം, അതേപോലെ തന്നെ സെൽഫ് റിഫ്ലക്ഷന് വേണ്ടിയിട്ട് ഒരു അലാറം ഇനി മുതലുള്ള 10 ദിവസം ഉണ്ടായിരിക്കണം. ഈ ഒരു സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെയോ രാത്രിയോ, ഇനി ഉച്ചക്കാണ് എല്ലാവരും നമ്മളൊന്ന് ഫ്രീ ആവുന്നുണ്ട്, ആ സമയത്തെങ്കിലും എടുത്തിട്ട് എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്നില്ലെങ്കിൽ ജേർണലിംഗ് പോലെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടൈം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബിഫോർ ബെഡ് ടൈം ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം നമ്മൾ ആ സമയത്ത് മൊബൈലിന് പകരം ഈ ഒരു പേപ്പറും ഇതൊക്കെ എടുത്തിട്ട് നമുക്കുള്ള തോട്ട്സ് വേണം, അന്നത്തെ തോട്ട്സ് എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ എഴുതുമ്പം കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. നമുക്ക് ഭയങ്കര ഫ്രീ തോന്നും. നമ്മുടെ ഉള്ളിലേക്ക് കിടക്കുമ്പോഴത്തേക്ക് നമ്മുടെ മൈൻഡ് ഫ്രീ ആവും, നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റും. ആ സ്ലീപ്പ് കറക്ഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഒന്നാമത്തേത്. ഇത് നമ്മുടെ 5th ഡേ വരുന്ന ഒരു കാര്യമാണ്, സ്ലീപ്പിങ്ങിന്റെ എങ്ങനെ അറേഞ്ച് ചെയ്യാന്നുള്ളത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്ന് പറഞ്ഞോളാം കേട്ടോ. അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വായിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് 2 പേജ്
ഡെയിലി 2 പേജ് എന്ത് കാര്യം വന്നാലും ഇനിയിപ്പോൾ ഒരു ബുക്കും കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ ചെറിയ കുട്ടികൾ വാങ്ങിച്ച ഏതെങ്കിലും ബുക്ക് ഉണ്ടെങ്കിൽ അല്ല അവർ പഠിക്കുന്ന ബുക്ക് ഉണ്ടെങ്കിൽ അതെങ്കിലും വായിക്കുക കേട്ടോ. ഒരിക്കലും ഞാൻ സിസ്റ്റത്തിൽ നിന്ന് വായിക്കുന്നത് പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ. അതായത് PDF പോലെ വാങ്ങിക്കുന്നത് പേപ്പർ എടുത്തിട്ട് തന്നെ നമ്മൾ വായിക്കുക. അപ്പോൾ നമ്മുടെ മൈൻഡിനും കണ്ണിനും ഒക്കെ. എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ടാസ്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരൊറ്റ കാര്യം നിങ്ങൾ ആ ബുക്കിൽ എഴുതണം. ഇന്നത്തെ ഈ ഒരു ബുക്ക് വായിച്ചിട്ട് എനിക്ക് മനസ്സിലാവും. ഒരു ടേക്ക് അവേ, 1 2 ടേക്ക് അവേ. ഇന്നിത് വായിച്ചപ്പോൾ എനിക്കിത് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ള രീതിയിൽ അത് അല്ലെങ്കിൽ ആ ബുക്കിൽ ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അതും എഴുതാം. ഇത് വായിച്ചിട്ട് എനിക്കൊന്നും തോന്നിയില്ല. വാട്ട് യു ഫീൽ അബൌട്ട് ദാറ്റ് ബുക്ക് എന്നുള്ള 2 റിഫ്ലക്ഷൻ നിങ്ങൾ എഴുതണം കേട്ടോ. അത് ചെയ്താൽ വരുന്ന വ്യത്യാസം എന്തായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് ആർക്കും ഗസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? എനിവൺ അൺമ്യൂട്ട്. നീ എന്താ പറഞ്ഞെന്ന് മനസ്സിലായില്ല. മോൻ ബഹളം വെച്ചു. ഓക്കെ. നമ്മൾ എല്ലാ ദിവസവും 2 പേജെങ്കിലും എന്തെങ്കിലും വായിക്കണം. വായിച്ചതിന് ശേഷം അതിന്റെ മെമ്മറി ഇംപ്രൂവ് ആവും. ഒന്നാമത്തെ കാര്യം. കാരണം നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ പ്രായം കൂടുവാണ് അല്ലെ. ഇന്നലത്തെ വയസ്സാണോ എനിക്ക് ഇന്നത്തത്, മണിക്കൂർ കഴിയുന്തോറും നമ്മുടെ പ്രായം മാറുവാണ്. അപ്പം ഈ ബ്രെയിനിന്റെ കപ്പാസിറ്റി കൂട്ടാനും അൾഷിമേഴ്സ് പോലെ അല്ലെങ്കിൽ മെമ്മറി ലോസ് പോലത്തെ അസുഖങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കാനും നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. 3 ഡേ പേജ്. ഓക്കെ. സെൽഫ് ഇംപ്രൂവ്മെന്റ് ഓഫ് കോഴ്സ് അതതിന്റെ ബെനിഫിറ്റ് ആണ്. ഓക്കെ. അതിന് ചെയ്യാൻ പറ്റുന്ന വേറൊരു ടാസ്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ബ്രഷ് ചെയ്യണം ഒരു ടൈമിൽ. കാരണം നമ്മുടെ മറ്റേ സൈഡും കൂടെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. ഓക്കെ. അത് നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ നോട്ട്സിൽ ടു ഡു ലിസ്റ്റിൽ അവിടെ ഇപ്പൊ തന്നെ എഴുതി വെച്ചേക്കട്ടോ. ബ്രഷ് വിത്ത് ലെഫ്റ്റ് ഹാൻഡ്. ഓൾറെഡി ലെഫ്റ്റ് ഹാൻഡുള്ള ഡൊമൈനുള്ള ഹാൻഡ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം കേട്ടോ. അത് അവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കട്ടോ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? എല്ലാവരും അഗ്രി ചെയ്യുന്നില്ല? ഈ ഒരു ഹാബിറ്റ് ട്രാക്കറിൽ നമ്മൾ ഇന്ന് എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തേക്കാണെന്നും ഈ നമ്മൾ ഫസ്റ്റ് വരച്ച സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു പേജ് ഇത് നിങ്ങൾ ഒട്ടിച്ച് വെക്കാമെന്നും ഈ 2 ആക്ടിവിറ്റി മാത്രം മതി നിങ്ങൾ ഒരു 30 ദിവസം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് വ്യത്യാസമായിരിക്കും നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്? ഒന്ന് പറഞ്ഞേ. ഗുലാബി മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. എന്താ മിണ്ടാതിരിക്കുന്നേ? എനിക്ക് തോന്നുന്നു എന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്ത് 3rd മന്ത് മുതൽ, അതായത് ഇപ്പൊ നമ്മൾ 3-4 ഇയേഴ്സ് ആയി തോന്നുന്നു അല്ലേ? കോൺഫിഡൻസ് 5 ഇയേഴ്സ് ആയിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ പരിചയപ്പെട്ടിട്ട്. മാമിന്റെ 2 വാക്കുകൾ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യാം. ജോയിൻ ചെയ്തത്. 2020 നമ്മൾ ജോയിൻ ചെയ്തല്ലേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. ഈ 2 ഹാബിറ്റുകൾ, അതായത് ഹാബിറ്റ് ട്രാക്കർ ഫോളോ ചെയ്യാനും സെൽഫ് റിഫ്ലക്ഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വ്യത്യാസമാണ് വരാൻ പോകുന്നത്? വരുന്ന 10 ദിവസത്തിൽ വേണ്ട, 30 ദിവസത്തിൽ. അത് 30 ദിവസം എല്ലാം നിങ്ങൾ ഇനി കൺസിസ്റ്റന്റ് ആയിട്ട് 6 മന്ത്സ് ചെയ്യുവാണെങ്കിൽ എത്ര വ്യത്യാസം വരും? ഈ 6 മന്ത്സ് അല്ല 1 ഇയർ ചെയ്യുവാണെങ്കിൽ എത്രത്തോളം വ്യത്യാസം നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും അല്ലേ? ഇനി പോട്ടെ, നിങ്ങൾക്ക് 2 ഇയേഴ്സ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ലേഡി സൂപ്പർ സ്റ്റാർ ആവൂലേ? ഇറ്റ് ഓക്കെ? അഗ്രി ചെയ്യുന്നുണ്ടോ? എല്ലാവർക്കും ബോർ അടിച്ചെന്ന് തോന്നുന്നു അല്ലേ? കുറെ സമയമായി ഞാൻ ഇങ്ങനെ റേഡിയോ പറയുന്നത്. ബോറടിയൊന്നുമില്ല, ഇൻട്രസ്റ്റിംഗ് ആണ്, പറഞ്ഞ ധൈര്യമായിട്ട്. എനിക്ക് വേറെ പണികളുണ്ട്. ആരും മിണ്ടാത്ത നോക്കണ്ട, കേൾക്കുന്നുണ്ടാവും എല്ലാരും. ഓക്കെ. അധികം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എപ്പോഴും ഒരു 20% മാത്രമേ എവിടെ പരിപാടി അവതരിച്ചാലും നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. അത് നമ്മുടെ മനുഷ്യന്മാരുടെ ബേസിക് സ്വഭാവമാണ്. ഞാനാണെങ്കിലും അല്ലേ? അപ്പൊ നമ്മളിത് നീട്ടിക്കൊണ്ടുപോയിട്ട് റബ്ബർ വലിച്ചിട്ട് നമ്മൾ അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്തണ്ട. ഈ 2 കാര്യങ്ങൾ ഇപ്പൊ റഫായിട്ടായിരിക്കും നിങ്ങൾ ചെയ്തേക്കുന്നത്. നിങ്ങൾ സെൽഫായിട്ട് 1 മണിക്കൂർ, ഈ ഒരു 24 മണിക്കൂറിൽ ഇന്നൊരു ഇത്തിരി നേരത്തെ ലേറ്റ് ആയിട്ട് കിടന്നാലും സാരില്ല, ഇത് ചെയ്തിട്ട് മാത്രമേ ഇന്ന് കിടക്കാവുള്ളൂ കേട്ടോ. അല്ലെ ഇപ്പൊ തന്നെ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ തന്നെ ചെയ്യാട്ടോ. ഇതിന്റെ മുകളിൽ വർക്ക് ചെയ്തിട്ട് ഇത് ഒട്ടിച്ച് വെച്ചിട്ട് ഇവിടുന്ന് എഴുന്നേറ്റാൽ മതി. ഞാനൊരു 10 മിനിറ്റ് സമയം നിങ്ങൾക്ക് തരാം. ഇപ്പൊ തന്നെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇപ്പൊ തന്നെ ചെയ്യാം. കാരണം നാളത്തേക്ക് എന്നുള്ള പരിപാടി ഇനി ഇല്ല കേട്ടോ. ടു ഡു ഇറ്റ് നൗ ഇറ്റ് സെൽഫ്. അതായിരിക്കണം നമ്മുടെ. എന്തെങ്കിലും ഒരു ചിന്ത വന്ന് എന്തെങ്കിലും ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് വേറൊരു ഡിസ്റ്റർബിങ് തോട്ട് വരുന്നതിന് മുമ്പിട്ട് നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റണം. ഇനിയിപ്പോ വർക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മൾ ആ മാറ്റിൽ തന്നെ മലർന്ന് കിടന്നാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളെ ചെയ്തതിന്റെ മൊത്തം എഫക്റ്റും പോകും. അപ്പൊ തന്നെ ചാടി എഴുന്നേറ്റിട്ട് കിച്ചണിൽ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് വേണമെങ്കിൽ കുറച്ച് 2
3 ഡ്രോപ്സ് ലെമൺ യൂസ് ചെയ്തിട്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് വൈറ്റമിൻ സി കിട്ടും. അതിന് വേണ്ടിയിട്ട് എഴുന്നേൽക്കണം. അവിടെ കിടന്നാൽ ആ ചെയ്തതിന്റെ മൊത്തം വർക്കും പോയി. ആ ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. സ്പെഷ്യലി ഇവിടെ ഒരാൾക്ക് മനസ്സിലാവേണ്ട ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഒന്ന് ചെയ്തേക്കില്ലേ? അതാരാ ഉള്ളിൽ കൂടെ റെക്കോർഡ് ചെയ്യുന്നത്? ഓക്കെ, ത്രോട്ട് പെയിൻ റെഡ്ഡ. ഓക്കെ, ഗെറ്റ് വെൽ സൂൺ. ഹാപ്പി ആയിട്ടിരിക്കുക അല്ലേ? നമ്മള് വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യുക, അവിടെ നിന്ന് എഴുന്നേക്കുക. പിന്നെ അവിടെ കിടന്നിട്ടുള്ള മൊബൈൽ നോക്കലൊന്നും നടക്കൂല മക്കളെ. അതൊക്കെ നമ്മളെ തന്നെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സംഭവത്തിൽ നിന്ന് നെഗറ്റീവായി നമ്മൾ കൊടുക്കുന്ന തോട്ട് ഐ ആം ടയേർഡ് എന്നാണ്. ഒരിക്കലും ഇല്ല. എക്സസൈസ് ചെയ്താൽ 100% നിങ്ങളുടെ എനർജി കൂടുകയുള്ളൂ. മനസ്സിലായോ? നമ്മുടെ ആക്റ്റീവായിട്ട് നിൽക്കണം, എന്നാലേ അതിന്റെ ബാക്കി റിസൾട്ട് കിട്ടുള്ളൂ. ഇന്ന് രാവിലെ ഞാൻ എക്സസൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് ഒരു കാര്യം നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ ഈ വരുന്ന 10 ദിവസം നിങ്ങൾ ഓപ്റ്റിമൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മീല് കഴിഞ്ഞാലും 10 മിനിറ്റെങ്കിലും നടക്കുക, ആക്റ്റീവായിട്ട് ഇരിക്കുക. ഓരോ 1 അവറിൽ നോക്കുക. നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് ജസ്റ്റ് ചോദിക്കുക, ചെയ്യാം. കാരണം ഉറങ്ങാൻ ഒരു ടൈം വേണം, എഴുന്നേക്കാൻ ഒരു ടൈം വേണം. ഇനി നമുക്ക് ടയർഡ്നെസ് തോന്നുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നാപ്പ് എടുക്കണം, റെസ്റ്റ് എടുക്കണം. അതും ഇതിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് സെൽഫായിട്ട് എന്താണോ നമുക്ക് തോന്നുന്നത്, ഫീലിംഗ് ലോ ആണെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. എന്തുകൊണ്ടായിരിക്കും എനിക്കിത് വന്നതെന്നുള്ള റീസൺ നമ്മുടെ അടുത്ത് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നമ്മൾ കഴിച്ച ഫുഡിൻ്റെതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് ആയിട്ടായിരിക്കാം എന്നുണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷൻ നമ്മൾ നോക്കണേ. എപ്പോഴും അങ്ങനെ ചാടിയൊന്നും ഇരിക്കാനൊന്നും എല്ലാവർക്കും പറ്റൂല. എന്നാലും ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്യണം. ചില ലിമിറ്റേഷൻസ് ഉള്ള ആൾക്കാർ അതുപോലെ കേട്ടോ. കാരണം നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നല്ല. നമുക്ക് നമ്മളെ മോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഏത് പ്രായത്തിലും. മനസ്സിലായോ? ഏത് പ്രായത്തിലും പറ്റും. നമ്മുടെ സ്കിന്ന് ഗ്രോ ചെയ്യുന്നുണ്ട്, ഓരോ ദിവസവും സെല്ലുകൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള റൂട്ട് മാത്രം ഒന്ന് റെഡി ആയി കൊടുത്താൽ മതി. നമ്മുടെ ബോഡി ആക്റ്റീവാണ്, ആവശ്യത്തിന് വെള്ളം ഉള്ളിലെത്തുന്നുണ്ട്, ബോഡി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് സ്കിന്നാണ്, റിഫ്ലക്ഷൻ ആണ് പുറത്ത് വരേണ്ടതെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന സാധനം മെഡിസിന് പോലെ കൊടുക്കുക, സമയം വെച്ച് പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട്. ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ടില്ല, കുറച്ച് കാര്യങ്ങളുണ്ട് പറയാൻ. എന്റെ കാര്യം ഇപ്പം കുറച്ച് ഇൻകൺസിസ്റ്റൻസിന്റെ ഉസ്താദായിട്ടുണ്ട് ഞാന്. ഇതിങ്ങനെ ഇടക്കിടക്ക് അത് പറഞ്ഞു മാറണം. നടന്നോളും. ഞാൻ ഇൻകൺസിസ്റ്റന്റ് ആണെന്ന്. അപ്പൊ നമുക്കൊരു എഫർമേഷൻ അങ്ങ് എഴുതാം ഇന്ന് മുതൽ. ഒരാൾ മാത്രമല്ല, എല്ലാവരും എഴുതിക്കോളെ. ഐ ഡിസേർവ് ടു ഫീൽ സ്ട്രോങ്, ഹെൽത്തി ആൻഡ് ഹാപ്പി. ഇത് എഴുതി വെക്കുക, എന്നിട്ട് നിങ്ങൾ അത് ക്ലെയിം ചെയ്യാം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും സ്ട്രോങ് ആവും, ഹെൽത്തി ആവും, എനർജറ്റിക് ആവുന്നത്. ഹാപ്പി വേണ്ട, എനർജറ്റിക്. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കമ്മിറ്റഡ് ആയിട്ട് നമ്മളൊരു എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തിട്ട് വെച്ചേക്കുമല്ലേ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഐ ആം സ്ട്രോങ്, ഹെൽത്തി ആൻഡ് എനർജറ്റിക്. അത് ക്ലെയിം ചെയ്യാം. എപ്പോഴും മനസ്സിൽ ഇങ്ങനെ പറയാം. 11 ടൈംസ് ഡെയിലി എഴുതാം, വരുന്ന 21 ഡേയ്സ് എഴുതാം. എഴുതുമ്പോഴുള്ള പവർ വേറെയാണ് കേട്ടോ. നമ്മൾ എത്ര പറഞ്ഞാലും അത് എഴുതുമ്പോൾ കിട്ടുന്നത് അത്രയും നമുക്ക് കിട്ടൂല. എഴുതുക, ഇടയ്ക്ക് നമ്മളൊന്ന് ലോ ആകുമ്പോൾ ഇത് പറയാം, ഐ എം സ്ട്രോങ്, ഹെൽത്തി ആൻഡ് എനർജറ്റിക്. അതെങ്ങനെ? ഇതൊരു താങ്ക് യു സരിത ഒന്ന് റിമൈൻഡ് ചെയ്യിച്ചത്. ഇത് ഞാൻ പറഞ്ഞു തരണം എന്ന് വിചാരിച്ചൊരു പോയിന്റ് ആയിരുന്നു. പിന്നെ ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടുന്ന രീതിയിലൊക്കെ മാറ്റാം. പക്ഷെ ഇതെന്തായാലും നിങ്ങൾ എഴുതിക്കോളും. കമ്മിങ് 21 ഡേയ്സ് എഴുതുക തന്നെ വേണം. എനിക്ക് പേഴ്സണലി അയച്ചു തരാൻ പറ്റുന്ന ആൾക്കാർ പേഴ്സണലി അയച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ പോൾ ഇടും, അവിടെ ഞാൻ എഫർമേഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. എഫർമേഷൻ ഓൾറെഡി എഴുതുന്നുണ്ട് അല്ലേ? രണ്ടും നടക്കും. അത് നമ്മുടെ ഇതല്ലേ, ഇതൊന്ന് പറഞ്ഞാലും മതി. നമ്മളെത്താം ഓൾറെഡി എഴുതുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യും. അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യണം തോന്നുവാണ്, ജസ്റ്റ് പറഞ്ഞ് നമുക്കത് മൈൻഡിൽ ഉണ്ടായാൽ മതി. ഐ ആം ഹെൽത്തി, എനർജറ്റിക് ആൻഡ് സ്ട്രോങ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അല്ല, നമുക്ക് സമയം മാറ്റിയെടുത്താലോ? ഒരു ടൈം അതും ഒരു ടൈം ഇതും അങ്ങനെ എഴുതിയല്ലോ. കുഴപ്പമില്ല. ഇത് നമുക്ക് സമയമുള്ള ആൾക്കാരാണ് ചെയ്യുക, ഇല്ലാത്തതുകൊണ്ടല്ലേ നമ്മളത് കമ്മിറ്റഡ് ആയിട്ട് ഒരു ദിവസം ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മൾ കുറച്ച് ദിവസം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പൊ രാവിലെ ഒന്നും രാത്രി ഒന്നും എഴുതിയാലും കുഴപ്പമില്ല.
ഇതെന്തിനാ എഴുതുന്നതെന്ന് അറിയോ? വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മുടെ ചിന്തകളിൽ വേണ്ടാത്ത ചിന്തകളിന് പകരം ഇത് മെയിൻ ആയിട്ട് അവിടെ നിൽക്കും. നമ്മൾ എഴുതുമ്പോൾ, കൈകൊണ്ട് എഴുതുമ്പോൾ കണ്ണ് കാണുവാണ്, കൈകൊണ്ട് എഴുതുവാണ്, ചിന്തിക്കുവാണ്, എന്നിട്ടല്ലേ നമ്മൾ എഴുതുന്നത്. ചെവിയും കേൾക്കുകയും ചെയ്യാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളിൽ മേലെ ഇത് കിടക്കും. എന്തെങ്കിലും നെഗറ്റീവ് വരുമ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് ബ്രെയിനിന്റെ മുമ്പിൽ കാണും. ഇവര് അവിടെ ഹോൾഡ് ചെയ്ത് അവിടെ നിന്നോളും. അപ്പൊ ബാക്കിയുള്ളതൊക്കെ താഴോട്ട് പോകും. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് അഫർമേഷന്റെ പവർ കേട്ടോ. ക്ലിയർ അല്ലേ? അതാണ് എല്ലാവരും അഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ നാളെ സെഷൻ ഇരിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നാളത്തെ ഞാൻ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ആയിട്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തന്നെ ടൈം നിങ്ങൾ വേസ്റ്റ് ആക്കണ്ട. ഒന്നാമത്തെ കാര്യം. പിന്നെ ചെയ്യേണ്ട കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ്ഡ് ആവും. പിന്നെ എല്ലാ ദിവസവും കാര്യങ്ങൾ ഇങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല. നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യണം. നാളത്തെ ദിവസത്തിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ന് തന്നെ പറയാം. നമ്മള് നമ്മുടെ എങ്ങനെയാണ് നമ്മള് ഒരു എന്താ പറയാ നമുക്ക് വേണ്ടിയിട്ടുള്ള ഇപ്പൊ നമ്മൾ എഴുതിയേക്കുന്ന ഈ ഒരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ടല്ലോ, ഇതിൽ നമ്മൾ സ്ലീപ്പ് കറക്ഷൻ ആണ് നാളെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ഒരു കുറച്ച് റിച്വൽസിലൂടെ നമ്മൾ കടന്നു പോകാനുണ്ട്. അതും കൂടെ ചെയ്യാണ് കേട്ടോ നാളെ. ഓൾറെഡി വാട്ടറും ഹെൽത്തി ഈറ്റിങ്ങും ഞാൻ പറയുന്നില്ല. ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ട് വെറുതെ ദിവസം പോകണ്ടല്ലോ. അപ്പം സ്ലീപ്പ് കറക്ഷൻ, കാരണം നമ്മുടെ മുമ്പിൽ അത്ര ദിവസമേ ഉള്ളൂ. 30 ദിവസമൊന്നും ഒന്നുമല്ല കേട്ടോ. അപ്പം ഓരോ ദിവസമുള്ള ഓരോ ടാസ്ക് നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നതുകൊണ്ടാണ് അതിൽ ഞാൻ വലിയ വ്യത്യാസം വരുത്താത്തത്. മറക്കണ്ട, 3 liters വാട്ടർ ആണ് മിനിമം. 2.5 എങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഹെൽത്തി ഈറ്റിംഗ് ആയിരിക്കണം ഇനി വരുന്ന 10 ദിവസത്തേക്ക്. അതിനിടയിൽ ഒരു ദിവസത്തെ ഒരു മീലോ മറ്റോ നമ്മൾ ചെയ്തു പോയാൽ നോ ഇഷ്യൂസ് കേട്ടോ. പക്ഷേങ്കിൽ നിങ്ങൾ ഫ്രൈഡ് ഐറ്റംസ്, പുറത്തുനിന്നുള്ള ഫുഡ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഷുഗർ അവോയ്ഡ് ചെയ്യുക കേട്ടോ. പിന്നെ ബുക്ക് ഏതെങ്കിലും ഒന്ന് വായിക്കണം. ഇനി പുസ്തകം കിട്ടിയില്ല എന്ന് വെച്ചിട്ട് വായിക്കാൻ നിൽക്കരുത്. കുട്ടികളുടേതോ ഏതെങ്കിലും ഒരു ബുക്ക് അപ്പുറത്തോ കാണും. എടുത്തിട്ട് ഇന്നത്തെ ഈ ബുക്കിൽ നിന്ന് കിട്ടിയ ഒരു നല്ല കാര്യം എഴുതി വെക്കുക കേട്ടോ. 1 or 2 പോയിന്റ്. ബ്രീത്തിങ് എക്സസൈസ്, വർക്ക്ഔട്ട് ഏതെങ്കിലും ഒന്ന് 1.5 മണിക്കൂർ നമ്മൾ ചെയ്തിരിക്കണം. മിനിമം സ്ട്രെച്ചിങ് എങ്കിലും. ഓക്കെ ആണോ? എത്ര പേര് അഗ്രി ചെയ്യുന്നുണ്ട്? ഇതൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഇപ്പൊ റഫായിട്ട് ചെയ്തേക്കുന്നത് മാറ്റി ചെയ്യണം ഇപ്പൊ തന്നെ. എന്നിട്ട് ഇവിടുന്ന് എഴുന്നേക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ഓൾറെഡി നമ്മുടെ റൊട്ടീനിലുള്ള കാര്യമാണ്, ചെയ്യാന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ച് അടിപൊളി സെഷൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ട് ഉള്ളത്, നിങ്ങൾ വിചാരിക്കാത്ത ലെവൽ. അപ്പൊ ഞാനിത് സെഷൻ ഒന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ. സൺഡേ നമ്മൾ ഇരിക്കുന്നുണ്ട്. സൺഡേ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു 3 ദിവസം ചെയ്തതിന്റെ റിഫ്ലക്ഷൻ നിങ്ങളിൽ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകണം. നാളെ ചെയ്യുന്നത്, മറ്റന്നാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ശരി, ബൈ. സൺഡേ 11 മണിക്ക് നമ്മൾ ഇരിക്കുന്നുണ്ട്. പറ്റുവാണെങ്കിൽ വേറെ എന്തെങ്കിലും ഗ്രൂപ്പ് ഞാനിപ്പം ഇത് ചെയ്യും കേട്ടോ. എന്താ പറയുക, ഇപ്പൊ ഞാൻ ലോക്കല്ലേ, അൺലോക്ക് ചെയ്യും. ആ ഗ്രൂപ്പിൽ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കണം കേട്ടോ. എന്ത് പൊട്ടത്തരാന്ന് തോന്നിയാലും അത് ചോദിക്കുക. അത് ഞാൻ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഒന്നൊരു വിഷയം ഞാൻ അൺലോക്ക് ചെയ്തു. ബിക്കോസ് ഈ നെറ്റ് പ്രോബ്ലംസ് ഉള്ളവർക്ക് തിരിച്ചു കയറാൻ പറ്റൂലല്ലോ. സോ ഇറ്റ്സ് ഓക്കെ. ഇല്ല, കുഴപ്പമില്ല. നമ്മൾ ഈ സമയത്ത് വരുന്ന ആൾക്കാർ വന്നാൽ മതി. മനസ്സിലായോ? എല്ലാത്ത ആൾക്കാർക്ക് റെക്കോർഡ് കിട്ടും. അന്നത്തെ ഒരു ദിവസം മാത്രം, ഇന്നത്തെ റെക്കോർഡ് ഇന്നത്തെ മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാവും. അല്ല, ഇന്റർനെറ്റ് ഇഷ്യൂസ് ഉള്ളവരുണ്ടല്ലോ, അവർക്ക് ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റൂലല്ലോ. ഇഫ് വി ലോക്ക്. Anyway, it's okay. I'll keep an eye. It's okay. Thank you, ma'am. Thank you so much. അപ്പം അതാണ് കാര്യം. നമ്മള് ഇപ്പം 11 o'clock എന്ന് പറഞ്ഞാൽ 11:10 ആകുമ്പോഴത്തേക്ക് അങ്ങ് ലോക്ക് ചെയ്യും നമ്മൾ. ആ വരുന്ന ആൾക്കാർ കേട്ടാൽ മതി. ചിലത് നമ്മൾ ലൈവായിട്ട് സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അതൊന്നും അവർക്ക് കിട്ടൂല കേട്ടോ. ആ സമയത്ത് നമ്മൾ റെക്കോർഡിംഗ് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാം കേട്ടോ. ഇപ്പം ഇതിൽ എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, എന്നാ ശരി. ലൈവ് വേറെ തന്നെ, റെക്കോർഡ് വേറെ തന്നെ അല്ലെ. റെക്കോർഡ് നമ്മൾ ചിലപ്പം വെച്ച് കേട്ട്, ഉച്ചക്ക് കേട്ട്, രാവിലെ കേട്ട്, അങ്ങനെ ആയിരിക്കാം. സ്പീഡ് അടിച്ചിരിക്കാം അല്ലെ. പക്ഷെ ലൈവ് അങ്ങനെയല്ലല്ലോ. വ്യത്യാസം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ ലൈവും റെക്കോർഡും? വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പം എന്തെങ്കിലും ചോദിക്കണേ ചോദിക്കാലോ. ഇപ്പം ചീത്ത പറയുകയാണെങ്കിൽ ലൈവായിട്ട് പറയാലോ. ഓക്കെ, അപ്പൊ അതാണ് കാര്യം. അപ്പൊ ശരി, എന്നാല് എന്റെ പേട്ടെ. ഓക്കെ, ബൈ ബൈ. ഹൗ യു ഫീലിംഗ് ടുഡേ എന്നുള്ളത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുക. എന്തായിരുന്നു ഈ സെഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ പറഞ്ഞു കേട്ടോ. ഇപ്പൊ ഇവിടെ പറയണ്ട, വരാത്ത ആൾക്കാർക്കൊക്കെ ഒരു കുറ്റബോധം തോന്നട്ടെ. ശരി, എന്നാ ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.